പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിനൊരു സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 46-ാം സങ്കീർത്തനം എന്റെ 1-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് സുപരിചിതമായ വളരെ ശ്രേഷ്ഠമായ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കഷ്ടതയിലും പ്രയാസത്തിലും സങ്കടത്തിലും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിച്ച് വളരെ ആശ്വാസം പ്രാപിക്കാനുള്ള ഒരു വചനമാണ് 46-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യമൊക്കെ. ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ. എൻ്റെ ആത്മജീവിതത്തിലുള്ള ബന്ധത്തിൽ ഈ വചനം എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണുനീരിൻ്റെ അരിലൂടെ കടന്നു പോയ ചില സന്ദർഭങ്ങളുണ്ട്. എല്ലാവരാലും കൈവിടപ്പെട്ട്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പറയാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന അനേക സാഹചര്യങ്ങൾ ഇരിക്കുന്നുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതാരാണ് ചെയ്യുന്നത് വെച്ചാൽ പുറത്തുനിന്ന് ജാതികളല്ല, ആമി കൂട്ടത്തിൽ നിൽക്കുന്നവർ തന്നെയാണ്. അല്ലേ? അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ തരണം ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് തിരിച്ചൊരു വാക്കുപോലും പറയാനോ പ്രതികാരം ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പോലും ഞാൻ അവരോട് ചോദിക്കാറില്ല. ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യാറില്ല. എൻ്റെ ഉറച്ച വിശ്വാസവും ഞാൻ നിങ്ങളോട് പൊതുവിൽ പറയുന്നതാണ്. പക്ഷേ എങ്കിലും ഇവരൊന്നിച്ചെനിക്ക് യുദ്ധം ചെയ്യുമ്പോൾ എനിക്ക് ദൈവത്തിന് ഈ വചനം വായിച്ച് ആശ്വസിക്കാനേ കഴിയത്തുള്ളൂ. ഞാൻ ഈ വചനം വായിച്ചിട്ട് ദൈവത്തോട് പറയും, കർത്താവേ, ആമേൻ, ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയുമാണ്, കഷ്ടങ്ങൾ അങ്ങ് ഏറ്റവും അടുത്ത തുണയാണല്ലോ. അങ്ങേക്കല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശത്രു വലിയ സൈന്യമായിട്ട് എഴുന്നേറ്റിരിക്കുക. അതിന് നടുവിൽ എനിക്കൊരു ആശ്വാസം, മോചനം നൽകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അല്ലേ? എൻ്റെ മനസ്സിനും സമാധാനത്തിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിതം, ഒരു ദൈവ പൈതലിന് ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെല്ലാം മേഖലയിൽ നിന്ന് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലായിരിക്കും സങ്കടങ്ങൾ കടന്നു വരുന്നത്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. പ്രശ്നമില്ലാത്തവരാരും ഈ ലോകത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ലോകത്തിൽ മനുഷ്യനെ ആശ്രയിക്കാനില്ല. ഹല്ലേലൂയ. ഏത് പ്രശ്നം വന്നാലും നമ്മുടെ സങ്കേതമായിരുന്ന ദൈവത്തിലേക്ക് ഓടി വന്നോണം. ഈ ലോകത്തിൽ നമുക്ക് സങ്കേതം എന്ന് പറയുവാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോക രാജ്യങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ, നിയമനിർമ്മാണ രംഗങ്ങൾ, നമ്മുടെ ജുഡീഷ്യറികളൊന്നും നമുക്ക് സങ്കേതമല്ല. ഹല്ലേലൂയ. അവരെല്ലാം അവസരത്തിനൊത്ത് മാറുന്നവരാണ്. ഇപ്പം നമ്മുടെ കേരള രാഷ്ട്രീയം കണ്ടില്ലേ? കേരളത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൻ ഭൂരിപക്ഷത്തോടെ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള പദവിക്ക് വേണ്ടി ഈ കാളയ്ക്ക് വില പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാട്ടുചന്ത നിങ്ങൾ കൂട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഭൂരിപക്ഷമുണ്ട്. മാട്ടുചന്ത, മാടുകളെ വിൽക്കുന്ന, ഈ അറവുകളെല്ലാം വിൽക്കുന്ന മാർക്കറ്റ് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉരുവിന് വില പറയും. ഉരുവ് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് വില പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോരുത്തരിങ്ങുണ്ട്, അതിന് വലിയ വില, മാർക്കറ്റ് വില വീശും. എന്ത് പറഞ്ഞതുപോലാണ് ഇപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് വില വീശുന്നത്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചാലും പ്രശ്നമില്ല. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ടൗൺ മുഴുവൻ പ്രകടനം ഇറങ്ങി ഇപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടി. ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകട്ടെന്നേ. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 10-ാം തീയതി ആരെങ്കിലും മുഖ്യമന്ത്രി, നിങ്ങൾ ഈ മുഖ്യമന്ത്രി CM ആകണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ പട നയിച്ചവൻ നയിക്കട്ടെ എന്ന് ഗ്രൂട്ടം ജനം പറയുമ്പോൾ അതല്ല, ഞങ്ങൾ തന്നെ ചെയ്യണം, ഞങ്ങൾക്ക് ഇത് ഒറ്റയെന്നും പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ. അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിച്ച് മനുഷ്യന്റെ സമാധാനം കെടുത്തിക്കളഞ്ഞ് ജനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രീതി നേടത്തില്ല. ജനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമർശനം നേടുക. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഈ രാഷ്ട്രീയക്കാരും നമ്മുടെ സങ്കേതമല്ല. രാഷ്ട്രീയക്കാർ സങ്കേതമായിരുന്നെങ്കിൽ ഇവരിങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇനിയിപ്പോട്ട് നമ്മുടെ മതങ്ങൾ നമുക്ക് സങ്കേതമല്ല. മതങ്ങൾ തമ്മിലടിയ. ഞാനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമതം, ഞാനാണ് ഏറ്റവും നല്ലവൻ, ഞങ്ങളാണ് ഏറ്റവും വലുത്, ഞങ്ങളാണ് ദൈവത്തോട് അടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും തമ്മിലടിക്കും. മതങ്ങളും നമുക്ക് സങ്കേതമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവരാരും ഇവിടുത്തെ ഉന്നതന്മാരും പ്രമുഖന്മാരും ഇവിടുത്തെ കോടാനുകോടി രൂപയുടെ പണമുള്ള കോടീശ്വരന്മാരെന്ന് പറയുന്നവർ പോലും നമ്മുടെ സങ്കേതമല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വർദ്ധിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ, നീ കഷ്ടതയുടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഏക സങ്കേതം യേശു കർത്താവ് മാത്രമാണ്. ഈ ലോകത്തെ നോക്കി യാത്ര ചെയ്ത് ലോകത്തെ നോക്കി മുമ്പോട്ട് പോകരുതിന്റെ സങ്കേതമാകുന്ന കർത്താവിനെ നീ ആശ്രയിക്കുന്നെങ്കിൽ ശത്രുവിന് നിന്നെ വിട്ടുകൊടുക്കാതെ വണ്ണം ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. സാത്താന്യ ആരാധനകൾ പെരുകി, സാത്താന്യ കൂട്ടങ്ങൾ പെരുകി, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും പെരുകി, മനുഷ്യനല്ലാതെ മാറിക്കൊണ്ടിരിക്കും. ദുർഭൂതങ്ങളും ദുർഭൂത മന്ത്രങ്ങളും ദുർഭൂത ആരാധന
ആരാധകരും ദുർശക്തികളും ദേശം മുഴുവൻ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. സാത്താനി സഭകൾ പെരുകി, സാത്താനി തന്ത്രങ്ങൾ മനുഷ്യനെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിപ്പെട്ട് തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അനവധി ആളുകളെ കണുതിരിക്കുക, അനവധി ആളുകൾ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന, ആത്മഹത്യക്ക് വേണ്ടി പലരും പലതും ചെയ്തു കൂട്ടുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ നിന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏറെ വലുതാണെങ്കിൽ നടുവിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ നിനക്ക് സങ്കേതമായി കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ആമേൻ ദൈവമായി ഇരുന്നപ്പോൾ ദൈവമായി ഇരിക്കുക. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കുക ദാസരൂപമെടുത്തവനാ, മനുഷ്യ ശാസ്ത്രത്തിനായവനാ, തന്നെത്താൻ ഒഴിച്ച് ഈ ഭൂമി വന്നു. കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ അവൻ നിനക്ക് ജീവൻ നൽകി, അവൻ നിനക്ക് രക്തം നൽകി. ആമേൻ. യേശു നിന്റെ സങ്കേതമായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സങ്കേതം എന്ന് പറയുന്നത് കർത്താവ്. ലോകത്തെ ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് 118 സംഗീതം 8 വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാർ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനും പ്രഭുക്കന്മാരോട് ആശ്രയിക്കാനില്ല. മനുഷ്യൻ നമ്മുടെ സങ്കേതമല്ല. പ്രഭുക്കന്മാരുടെ സങ്കേതമല്ല. നിയമ നിർമ്മാണ രംഗം പോലും ജുഡീഷ്യൽ പോലും നമ്മുടെ സങ്കേതമല്ല. അവസരത്തിനൊത്ത് അവർ സംസാരിക്കും, അവസരത്തിനൊത്ത് അവർ നീതി നടത്തും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയൊരു ചെറിയരുമായിരിക്കുന്ന നിന്റെ ഏക സങ്കേതം യേശുവാ. ഹല്ലേലൂയ. വിശ്വസിന് സ്തോത്രം പറഞ്ഞാട്ട് ഒരുപക്ഷെ മരണത്തിന്റെ അനുഭവത്തിലേക്ക് നീ കടന്നു പോകുന്ന ജീവിതത്തെ കടങ്ങളും ബാധ്യതകളും രോഗങ്ങളും നിന്ദകളും അപമാനങ്ങളും പരിഹാസം ദുഷികളും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ക്രിസ്തു മുഖാന്തരം നിന്നെ വീട്ടിൽ നിന്ന് പടിയിറച്ച് വിണ്ണം വെച്ച അനുഭവമായിരിക്കും. നിന്നൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് ഒരുത്തുണ്ട് ഭൂമിയില്ലാതെ കയറിക്കിടക്കാൻ ഇടമില്ലാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ നീ കടന്നു പോകുന്ന ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിൽ, നീ ഒരു അനാഥനാണെങ്കിൽ, അനാഥയായി നീ കഴിയുകയാണെങ്കിൽ, ഇതുമുതൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, സംഗീതനേക്കാൾ ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതമാണ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രതിസന്ധി കടന്നു വരും, പ്രശ്ന സങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്ന സങ്കീർണമായ വേളകളിൽ വിശ്വാസത്തിന്റെ ഗീതമായിട്ട് നീ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്ത് പാടണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ ലോകജാതികൾ സഹായത്തിനായി സമ്പത്തിലും സൈന്യത്തിലും ആശ്രയിക്കുമ്പോൾ, ലോകജാതികൾ സഹായത്തിനായി സമ്പത്തില്, സൈന്യത്തില്, അധികാരികളിൽ, ഭരണ സംവിധാനങ്ങൾക്ക് ആശ്രയിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സൈന്യത്തിലെ, സമ്പത്തിലെ, ലോകത്തിന്റെ അധികാരികൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ഈ മുഴു ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടമായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവായി നമ്മുടെ സങ്കേതമായി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അവരുടെ ആശ്രയവും സങ്കേതവും ബലവും. ഹല്ലേലൂയ. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അവരുടെ ആശ്രയവും ബലവും സങ്കേതവും. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടങ്ങളും വേദനകളും നമുക്ക് സഹായമായി ഇരിക്കേണ്ടവർ മാറി നിൽക്കുക. കഷ്ടങ്ങളിൽ വേദനകളും നമുക്ക് സഹായമായി ഇരിക്കേണ്ടവർ മാറി നിൽക്കുമ്പോൾ, അവർ നമ്മെ കണ്ടിൽ നിന്ന് നടിക്കുമ്പോൾ, അവർ നമ്മൾ അകന്നു പോകുമ്പോൾ, നിന്റെ സൃഷ്ടമായ ദൈവം, നിന്നെ നിർമ്മിച്ചവനായി, നിന്നെ ഉണ്ടാക്കിയവനായി ദൈവം അവന്റെ സാദൃശ്യ രൂപത്തിൽ സൃഷ്ടിച്ച് നിനക്ക് ജീവശ്വാസം തന്നതിനെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവം. അത്രമല്ല, നിനക്ക് വേണ്ടി ജീവൻ തന്ന, രക്തം തന്ന, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ്. എല്ലാവരും നിനക്കെതിരെ മാറി നിൽക്കുമ്പോൾ നിന്റെ കർത്താവ് നിന്നോട് ചേർന്നിരിക്കും. തന്നെ വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ജീവിതത്തിൽ നീ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്നതാണ്. എത്രയോ പ്രശ്നങ്ങൾ നിന്റെ ഉള്ളിൽ ഒതുക്കി നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവം, എനിക്ക് മാത്രം ഒരു മറുപടിയില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ച, എന്റെ ജീവിതത്തിന് മാറ്റമില്ലേ, എനിക്ക് മാത്രമേ ഈ കഷ്ടമുള്ളൂ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടാറില്ലേ സഹോദര സഹോദരി? പലപ്പോഴും നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ എത്തിക്കഴിയുമ്പോൾ നീ മരണത്തിന് വിധേയപ്പെട്ട് മരിച്ചൊക്കെ എന്ന് പറഞ്ഞ് നീ സ്വയം ജീവനെ ഒടുക്കാൻ നീ ശ്രമിച്ചിട്ടില്ലേ? ബാധ്യതകൾ കടന്നു വന്നപ്പോൾ, കുടുംബത്തെക്കുറിച്ച് കുടുംബജീവിതം തകർന്നപ്പോൾ, ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ട ചില വേർപാടിന്റെ അനുഭവം വന്നപ്പോൾ, പിടിച്ചു നിൽക്കാനാവാതെ നീ തകർന്നു പോയ സന്ദർഭമില്ലേ? അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. എന്റെ ജീവിതത്തിൽ ഏറ്റവും തുണയായി, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, എന്റെ ജീവിതമൊക്കെ 2023 ഏപ്രിൽ മാസം ഹല്ലേലൂയ സ്തോത്രം 21-ാം തീയതി മരിച്ചപ്പോൾ, എന്റെ ജീവിതത്തിന്റെ ഏക കൈത്താങ്ങലായിരുന്നു, എനിക്ക് തുണയായിരുന്നവൾ മരിച്ചപ്പോൾ, എനിക്കൊരു ആശ്രയമായ, ഒരു സങ്കേതമായ, ഒരു
ഏറ്റവും ബലമായി ഞാൻ ഈ ഭൂമി കണ്ടിരുന്നവൾ എന്നെ വിട്ട് മാറ്റം ചെയ്തപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് തകർന്നു പോയി. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, അവളല്ല നിന്റെ സങ്കേതം, അവളല്ല നിന്റെ ബലം, അവളല്ല നിന്റെ ആശ്രയം. അത് നിനക്ക് നഷ്ടപ്പെട്ടാലും ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ അവരെ ഏറ്റവും അടുത്ത തുണയായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് എൻ്റെ തകർന്ന മനസ്സിനെ, എൻ്റെ തളർന്ന മനസ്സിനെ, ഞാമെല്ലാം നിരാശപ്പെട്ടു എൻ്റെ ജീവിതത്തെ എന്നെ കൈപിടിച്ച് ഉയർത്തിയവൻ യേശു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, വേർപാടൊക്കെ നമുക്കുണ്ട്, അതിനെ നമ്മൾ തരണം ചെയ്യാൻ കഴിയണം. അല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലിട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടുവാനുള്ളതല്ല. പലരുടെയും ജീവിതം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലിട്ട് പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കാനാണ് ചിലരൊക്കെ ചെയ്തത്. അങ്ങനല്ല. നമ്മുടെ ജീവിതം ഒരു ഫുട്ബോൾ തട്ടിക്കളിക്കും. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. അതുകൊണ്ട് വചനം പറയുക, സ്തോത്രം, ഹല്ലേലൂയ. 127 സംഗീതത്തിന്റെ 1-ാം വാക്യം വായിച്ച് കാണുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. അത് യഹോവ വീട് പണിയുന്നെങ്കിൽ മാത്രമേ അതിനകത്ത് സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ. യഹോവ വീട് പണിയുന്നെങ്കിൽ മാത്രമേ അതിനകത്ത് സമാധാനം ഉണ്ടാകത്തുള്ളൂ. യഹോവ വീട് പണിയുന്നെങ്കിൽ മാത്രമേ അതിനകത്ത് സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. അല്ലേലൂയ. അപ്പൊ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. അതേ, നമ്മുടെ ജീവിതത്തിനകത്ത് കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്തിട്ടുണ്ട്. അല്ലേലൂയ. പിടിച്ചു നിൽക്കാനാവാത്ത വിധത്തിൽ ഹൃദയം പൊട്ടിപ്പോകുന്ന വിധത്തിൽ നീ ഏങ്ങലടിച്ച് കണ്ണതിലൂടെ കരഞ്ഞിട്ടില്ലേ? നിന്റെ കരച്ചിൽ നീ ആരും കാണാതെ നീ മുഖമടച്ച് വിരുപ്പി പിടിച്ച സന്ദർഭങ്ങളില്ലേ? നിന്റെ കണ്ണുനീർ തൂകിയപ്പോൾ നിന്റെ കയ്യിലിരുന്ന തുവാലുകൊണ്ട് നീ ആരും കാണാതെ നിന്റെ കണ്ണുനീർ തുടച്ച ചില അനുഭവമുണ്ട്. അങ്ങനെ നീ കടന്നുപോയപ്പോഴും എല്ലാവരും മാറി നിന്ന് നിനക്കെതിരെ പല കമന്റുകൾ പറഞ്ഞപ്പോഴും ദൈവം നിന്റെ അരികിൽ വന്ന് പറഞ്ഞില്ലേ, മോനെ മോളെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളെ വിട്ടു അടുത്ത തുണയാ. ഞാൻ നിനക്ക് സങ്കേതമായി ഉണ്ട്, ഞാൻ നിനക്ക് ബലമായി ഉണ്ട്, ഞാൻ നിനക്ക് ആശ്രയമായി ഉണ്ട്. നിന്റെ തകർച്ച ഞാൻ നിന്നെ കൈവിട്ട് കളയുന്നവനല്ല, നിന്റെ തകർച്ച ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നവനാണെന്ന് യേശുവിനോട് പറഞ്ഞിട്ടില്ലേ? എത്തഞ്ച് കൊണ്ടേ ഉണ്ട്, എനിക്കറിയാം ഉണ്ടെന്ന്. കാരണം ഞാൻ ആ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് യഹോവ വീട് പണിയാതിരുന്ന നമ്മുടെ വീട് ദൈവം പണിയണം. നമ്മുടെ വീട് ദൈവം പണിയുന്നില്ലെങ്കിൽ നമ്മുടെ വീട് നരകമാണ്. അല്ലെങ്കിൽ എത്രയോ വീടുകളിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ അനവധി വീടുകളിൽ കടന്നുപോയി പ്രാർത്ഥിക്കാൻ പല വീട് നരക സമാനമാണ്. വീടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഭവനം പോലും നരകത്തിന് സമാനമായി സമാധാനമില്ല, സ്വസ്ഥതയിലെ കണ്ണുനീരോടുകൂടി കടന്നുപോകുക. വിമർശങ്ങളെ, പെറുപുറപ്പുകളാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിക്കത്തില്ല. അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മായിയമ്മ മരുമോളും തമ്മിൽ യോജിപ്പാൻ കഴിയാതെ അനവധി കുടുംബങ്ങൾ നരകക്കടല് പോലെ കിടക്കുക. അവിടെയാണ് 127 സംഖ്യ 1-ാം വാക്യത്തിന് പ്രാർത്ഥന, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. അല്ലേലൂയ. നിന്റെ വീടിന്റെ സകല ഉത്തരവാദിത്വം, നിന്റെ വീടിന്റെ ഉടമസ്ഥാവകാശം, നിന്റെ വീടിന്റെ ഗൃഹനാഥൻ ഭൂമിയിൽ ആശ്ചര്യമായി നീ ആണെങ്കിലും നിന്റെ വീടിന്റെ കുടുംബനായകൻ ഗൃഹനാഥൻ യഥാർത്ഥം നിന്റെ കുടുംബത്തെ നയിക്കുന്നതിന്റെ യഹോവയായി ദൈവം അഥവാ കർത്താവായ യേശുക്രിസ്തു ആണെങ്കിൽ കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അല്ലേലൂയ. അത് നിനക്ക് കഷ്ടമുണ്ട്, അല്ലേലൂയ, നിനക്ക് പ്രശ്നമുണ്ട് സഹോദര സഹോദരി, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം മനുഷ്യനല്ലേ, അവൻ ജഡത്തിൽ വസിക്കുന്നവനാ, ജഡത്തിൽ ജീവിക്കുന്നവനാ. ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഒന്നെങ്കിൽ നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വരവ് വരെ കഷ്ടതയുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പട്ടുമെത്തയിൽ കിടക്കുന്ന അനുഭവമല്ല. ക്രിസ്തീയ ജീവിതം മുള്ളും പറക്കാറുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്. ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വിദേശത്ത് അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നോ ഇനി ഓസ്ട്രേലിയ, ആഫ്രിക്കൻ രാജ്യം നിന്ന് ഓസ്ട്രേലിയൻ രാജ്യം പണം ഇങ്ങോട്ട് വന്ന് സുഖിച്ചു പുളച്ച് മതിച്ച് പുളച്ച് നടക്കുന്ന ഭാഷാന്യ ബസ്സുകളെ പോലെ അടിച്ചു പൊളിച്ച് നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിനകത്ത് കഷ്ടമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് കഷ്ടമുണ്ട്. ഈ ക്രൂശ് നിനക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നീ നിത്യതയിൽ കാണത്തുള്ളൂ. അല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കട്ടെ. അതെ, ക്രിസ്തീയ ജീവിതം ഒരു ക്രൂശ് തന്നെയാ. അല്ലെ, ഈ ക്രൂശ് ചുമക്കുവാൻ നിനക്ക് മനസ്സോടെ കഴിയുന്നെങ്കിൽ, ഈ ക്രൂശ് ചുമക്കുവാൻ നീ മനസ്സോടെ കുറേനക്കാനായിരിക്കും ശീമോൻ യേശുവിനെ ക്രൂശ് ചുമന്നതുപോലെ നീ ഒന്ന് ചുമക്കാൻ തയ്യാറായാൽ കുറേനക്കാനായിരിക്കും ശീമോനെ അവന്റെ കുടുംബത്തെ പിന്നത്തെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. അല്ലേലൂയ.
ഇന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷം രക്ഷയുടെ, മാനസാന്തരത്തിന്റെ, വേർപാടിന്റെ, വിശുദ്ധിയുടെ സന്ദേശം മാറ്റിക്കറിഞ്ഞ് ഇന്ന് സഭയ്ക്കകത്ത് രക്ഷ, മാനസാന്തരം, ഹല്ലേലൂയ, അതുപോലെ സ്നാനം, ഹല്ലേലൂയ, വേർപാട്, വിശുദ്ധി എന്ന് പ്രസംഗിക്കത്തില്ല. അങ്ങനെ പ്രസംഗിച്ചാൽ ജനത്തിന് ഇഷ്ടമില്ല. ജനത്തിന് പണത്തെക്കുറിച്ച് പ്രസംഗിക്കണം, ജനത്തിന് പണം വേണം, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന മാർഗം പറഞ്ഞു കൊടുക്കണം. അതാണ് ഇന്നത്തെ ശുശ്രൂഷ. അതുകൊണ്ട് ജനത്തിൽ മാനസാന്തരമില്ല, കഷ്ടങ്ങളിൽ മേൽ കഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തെ അനുഗമിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ മരണാനന്തരം അതാ കർത്താവിനോടുകൂടി ദൈവരാജ്യമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ ദൈവരാജ്യത്തിൽ ചെല്ലുവാനാണ് നീ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ, ക്രൈസ്തവൻ എന്നുള്ള പേര് കുത്തി മുദ്ര കുത്തി നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗരാജ്യത്തിൽ ചെല്ലാനാണെങ്കിൽ കർത്താവോട് ഒരു കഷ്ടം സഹിക്കണം. പ്രേക്ഷകോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടം കടന്നു വരും, പ്രയാസം കടന്നു വരും. അപ്പം ഞാൻ പറയും, കർത്താവ് എന്നെ നിത്യതയിലേക്ക് എത്തിക്കാനുള്ള മാർഗമല്ലേ? എൻ്റെ ജീവിതത്തിൽ കഷ്ടം കടന്നു വരും, പ്രയാസം കടന്നു, പെറുവെറുപ്പൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തോടും, കർത്താവെ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളേറ്റവും അടുത്ത തുണയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വ്രതം അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ അവൻ കാവൽക്കാരെ വ്രതം ശാകരിക്കുന്നു. ഞാൻ ദൈവത്തോട് പറയും, കർത്താവെ, അങ്ങനല്ലാതൊന്നുമില്ല. എന്നെ നടത്തുവാൻ, എന്നെ കൈപിടിച്ച് അയർത്തുവാൻ, എനിക്ക് ആശ്വാസം തരാൻ, സങ്കടം തരുവാൻ, എൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, എൻ്റെ വേദനകൾ അറിയും, എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം പശ്ചാത്തലം അറിയുവാൻ, എൻ്റെ കുടുംബത്തിനകത്ത് എല്ലാ കഷ്ടതകളും അറിയാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് കർത്താവ് കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനുമുമ്പിൽ പിറുവിറുക്കാതെ എനിക്ക് നിത്യതയിലേക്കുള്ള വഴി തെളിക്കുന്നതാണെന്ന് ഞാൻ ദൈവസന്നിധി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്ക് കഴിയുമോ? അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ജനക്കുമുണ്ട്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് ക്രിസ്ത്യ ജീവിതം അങ്ങ് പണക്കൊഴുപ്പിൽ അടിച്ചുപൊളി ജീവിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പക്ഷെ നമ്മൾ ആ കൂട്ടത്തിലാകരുത്. അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം അടിച്ച് പൊളിച്ച് മതിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെ ആകരുത്. നമ്മൾ ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിനോടൊപ്പം കഷ്ടം സഹിക്കണം. പ്രേസരോ, അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ കഷ്ടം സഹിക്കുന്നതാണ് ജീവിതമെങ്കിൽ 46 സംഘത്തിന്റെ 2-3 വാക്യം പറയുമ്പോൾ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവത്തി വീണാലും അതിനെ വെള്ളം വിരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇത് ഒരു വലിയ ബലമായി വാക്യം കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. വലിയ ഈ ലോകത്തിൽ 1000 ആനകളിൽ നിന്ന് ഒന്നിച്ച് അല്ലെങ്കിൽ ഒരു വടത്തിന്റെ സൈഡിൽ നിന്ന് വലിക്കുന്നത് കൂട്ടിക്കും. ഒരു ഉദാഹരണം, വടവലികളില്ലേ, അപ്പം 1000 ആനകളെ നിർത്തിയിട്ട് ഒരു സൈഡ് വലിക്കുമ്പോൾ അതിനിപ്പുറത്ത് ഒരു ദൈവത്തിനെ നിർത്തി വലിക്കുകയാണെങ്കിൽ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കി. 1000 ആനകളെ ജയിക്കാൻ നമുക്ക് കഴിയും? ഒരിക്കലും കഴിയില്ല. 1000 ആനകൾ ശക്തിയോടെ വലിക്കുമ്പോൾ നമ്മളൊരു ആളെന്ത് ചെയ്യും? നമ്മൾ തകർന്നു പോകും. പക്ഷെ നമ്മുടെ ബലം എന്താ പറയുക, അത് നമ്മുടെ ബലം. ഇതൊരു ആശ്ചര്യം. എൻ്റെ ആത്മീയമായി ചിന്തിച്ചാൽ 1000 ആനകളെക്കാൾ ശക്തിയുള്ളവനാണ് ഒരു ദൈവവൈദ്യൻ. അല്ലേ? ആനകൾ എന്ന് പറഞ്ഞാൽ വലിച്ചുകൊണ്ട് അങ്ങോട്ടങ്ങ് പോവുകയുള്ളൂ. അതിന് നിയന്ത്രണമൊന്നുമില്ല, അതിന് വീണ്ടും വിചാരമൊന്നുമില്ല. അത് വള്ളിയും വലിച്ചുകൊണ്ട് പോകും. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആശ്ചര്യമല്ല, അവന് ആത്മീയമായി അല്ലെങ്കിൽ അവൻ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അതിന്റെ കാരണം എന്താ? ദൈവം നമ്മുടെ സങ്കേതമാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നീ അവൻ സങ്കേതമാകുന്ന ദൈവത്തിലേക്ക് ഓടി വരണം. രക്തം ചെയ്യും. ജീവിതം ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊരു ജീവിതമില്ല. ഒരിക്കൽ മാത്രമേ ഈ ഭൂമി കടന്നു പോകാൻ പറ്റുള്ളൂ. രണ്ടാമത് നമുക്ക് ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. ഒരിക്കൽ മാത്രമേ ഈ ഭൂമിയെ കാണാൻ പറ്റുള്ളൂ. ഈ പ്രകൃതിയുടെ സൗന്ദര്യം അല്ലൊരു നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ പ്രകൃതി രമണീയമായ പച്ച വൃക്ഷ ലതാദികൾ കൊണ്ട് അലങ്കരിച്ച് ഈ ഭൂമിയെ ഇത്ര ആഡംബരത്തോടെ മനോഹരമായി ഭൂമിയിൽ ഒരു മനുഷ്യർക്കും അലങ്കരിക്കുവാൻ കഴിയാത്ത നിലയിൽ ഭൂമിയെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആകാശത്തെ അലങ്കരിച്ച്, ആകാശത്തെ സൂര്യനെ ചന്ദ്രൻ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ദൈവം, ഭൂമിയെ വൃക്ഷ ലതാദികൾ കൊണ്ട്, സമുദ്രത്തെ മത്സ്യങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ദൈവം, കാടിനെ വനത്തെ കാട്ടിലെ മൃഗങ്ങൾ കൊണ്ട് അലങ്കരിച്ച്, എല്ലാത്തിനും അതിൻ്റെ അലങ്കാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം തന്നെ സൃഷ്ടിച്ച മനുഷ്യനുണ്ടല്ലോ, അവൻ നിന്നെ ദൈവകൃപയാൽ നിറച്ചനുഗ്രഹിച്ച് ദൈവം നിനക്ക് കോട്ടയായി സകല അലങ്കാരത്തിന്മേലും അലങ്കാരമായി ദൈവം തന്നെ ഇവിടെ നിർത്തിയിരിക്കുക. പിന്നെ നീ ആരെ ഭയപ്പെടണം? പ്രൈസറോ, നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ കണ്ണതിൻ്റെയൊക്കെ അനുഭവം തന്നെയാണ്, സങ്കടം തന്നെയാണ്. നിങ്ങളെപ്പോലെയൊക്കെ കണ്ണതിൻ്റെ കഷ്ടങ്ങൾ ഇന്നും എനിക്ക് ഒരുപാട് ഭാരങ്ങളുണ്ട്. പക്ഷേ എനിക്ക് സന്തോഷം എന്താ പറയുക, കർത്താവിൻ്റെ സങ്കേതമായതുകൊണ്ട്, അവൻ എൻ്റെ ബലമായതുകൊണ്ട്, എൻ്റെ കഷ്ടങ്ങൾ അവൻ്റെ ഏറ്റവും അടുത്ത തുണയാണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളും കണ്ണുനീരുകളും എല്ലാം മാറും. ഫ്രീസറോട് ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വേണ്ട. എന്നെ കേൾക്കുന്ന ഉറപ്പുള്ള നഗരം എന്നുള്ള അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഉറപ്പുള്ള നഗരം. ഹല്ലേലൂയ. അപ്പം നാം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം
മനസ്സിലാക്കേണ്ട 60-ാം സംഗീതത്തിലേക്ക് വരുമ്പോൾ 60-ാം സംഗീതത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആരും വഴി നടത്തും. അതിന്റെ ഉറപ്പുള്ള സങ്കേതത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? അത് ഉറപ്പുള്ള സങ്കേതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാളുകളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40-ാം നാൾ ആത്മനിയോഗം കൊടുത്ത് യേശു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. 50-ാമത്തെ ദിവസം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു കൂടിയിരുന്ന 100 മേൽ ആത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പുള്ള നഗരത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ വഴിയാത്രയ്ക്ക് ഒരു കാവൽക്കാരനായി, വഴിയാത്രയ്ക്ക് ഒരു കൂട്ടുകാരനായി, നമ്മുടെ വഴിയാത്രയിൽ നമ്മളെ നടത്തിക്കൊണ്ടുപോകാൻ, ഉറപ്പുള്ള സങ്കേതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? അതിനാണ് പരിശുദ്ധാത്മാവിനെ ഉറപ്പുള്ള നഗരം. ഈ ഭൂമി എന്ന് പറയുന്നത് ഉറപ്പുള്ള നഗരമല്ല, ഇത് ഇളകുന്നതാണ്, ഇളകുന്ന രാജ്യമാണ്. ഈ ഇളകാത്ത രാജ്യം മാറ്റിയിട്ട് ഉറപ്പുള്ളത് ഇളകാത്തതിനെ സ്ഥാപിക്കുവാൻ നമ്മുടെ കർത്താവ് വരും. ഇപ്പം നമ്മൾ ഇളക്കമുള്ള രാജ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ ഇളക്കമുള്ള രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഉറപ്പുള്ള നഗരത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിന്റെ ബലം കൈപിടിച്ചിട്ടുണ്ട് സഹോദര സഹോദരി. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ക്രിസ്ത്യ ജീവിതം നമുക്ക് ആനന്ദിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം നിനക്ക് കഷ്ടപ്പെട്ടിട്ട്, സാമ്പത്തിക ഞെരുക്കപ്പെട്ട്, ദുഃഖങ്ങൾ കടന്നിട്ട്, വേർപാടിന്റെ അനുഭവത്തിൽ കടന്നു പോകട്ടെ. എല്ലാവരും നിന്നെ മാർഗത പഴിക്കട്ട്, ദുഷിക്കട്ട്, എല്ലാവരും നിന്നെ വിടക്കെന്ന് പറയട്ട്, നിന്നെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിട്ട്, അങ്ങനെയൊക്കെ കടന്നു വരുമ്പോഴും നീ ഭാരപ്പെടരുത്. കർത്താവ് സങ്കേതമായുണ്ട്. ഞാനിത് പറയാൻ കണ്ട എന്നെ ഒരുപാട് പേര് ആവശ്യമില്ലാതെ പരിഹാസം പറയുന്നുണ്ട്. ഒരുപാട് പേര് ആവശ്യമില്ലാതെ പരിഹാസം പറഞ്ഞ് നിന്ദിച്ച് ഈ പാസ്റ്റർ ഞാനൊന്നും ചെയ്തിട്ട് ഞാൻ ആർക്കും ഒരു വിരോധം പോലും പറയാൻ പോകും, ഒരു എതിരും പറയാനില്ല. ആരുടെ ഇരിക്കെ പോയി ഒരു കാര്യങ്ങളും പറയാൻ പോലും. പക്ഷെ എന്നാലും ഒരു കൂട്ടം ജനം പിന്നെ ചാത്തിയ ഗുണം തൂത്താ മാറത്തിൽ എന്ന് പറഞ്ഞ് ചിലർ പഠിച്ചു വെച്ചത് ചിലതുണ്ട്, അവരത് ചെയ്യാതിരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പ്രതിസന്ധികളിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നിടും നിലയിലോ കയത്തിൽ മുങ്ങി താഴുമെന്നുള്ള അനുഭവത്തിലേക്ക് എത്തുമ്പോൾ, ഒരു കച്ചിത്തുരുമ്പും മഫയും എന്ന് പറഞ്ഞതുപോലെ ഏതോമിലേക്ക് ഉറപ്പുള്ള നഗരത്തിലേക്ക് ഇതിനെ വഴി നടത്തുവാൻ നമ്മുടെ സങ്കേതമാകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസലോ. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ തകരാൻ പാടില്ല കേട്ടോ, തളരാൻ പാടില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ തളരരുത്, നീ തകർന്നു പോകരുത്. നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ കരച്ചിൽ നിന്റെ ഭർത്താവ് കാണത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവ്, നിന്റെ കരച്ചിൽ നിന്റെ ഭർത്താവ് കാണത്തില്ല. ചില മക്കളോട് പറഞ്ഞ കരച്ചിൽ മാതാപിതാക്കൾ കണ്ടെന്ന് വരത്തില്ല. സഹോദര, നിന്റെ കരച്ചിൽ നിന്റെ ഭാര്യ കണ്ടെന്ന് വരത്തില്ല. അല്ലെങ്കിൽ നിന്നെ എല്ലാവരും താൽക്കാലികമായി ആശ്വസിപ്പിക്കുന്നവർ കാണും. ചിലർ പറയും നിനക്കത് വരണം, ചിലർ പറയും നിനക്കത് വരണം. ഞാൻ ഈ കഴിഞ്ഞ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ അയൽവാസികളെ കുറിച്ച് ആ വീട്ടുകാർ പറഞ്ഞു കേട്ടോ. അയൽവാസികളെ വിട്ട് അവർക്ക് തമ്മിൽ ഭയങ്കര വൈരമാണ്. അങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ അല്ലേലും അവൾക്കത് വരണം പാസ്റ്റർ എന്ന് പറയും. അല്ലേലും അവൾക്ക് വരണം, അവിടെ കയ്യിലിപ്പം. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതല്ലേ. നിങ്ങളുടെ അയൽവാസി നിങ്ങൾക്ക് ശത്രുവാണ്. നിങ്ങൾ അവർക്കത് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനു പോലും സന്തോഷിക്കുക. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിച്ചവിടെ ദൈവം കേൾക്കത്തില്ല. ശത്രുവിനെ സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളെ ഉപദ്രവിക്കേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അവർക്കത് വരണമെന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കരുത്. നിങ്ങളുടെ അവരത്തെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. അവരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാര്യം എങ്ങനെ? എപ്പോഴും നമ്മുടെ ആളുകൾ പറയും നിനക്കത് വരണം, നിനക്കത് വന്നില്ലേലുള്ളൂ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ ആരോടും പറയരുത്. ആരോടും അങ്ങനെ പറയും. നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മൾ ചില കഷ്ടതയിൽ ചെത്തിയാടുന്നത്. നമ്മൾ പറഞ്ഞിട്ടാണ് ഇപ്പം നമ്മുടെ ഉറ്റവരുടെയൊക്കെ നമ്മൾ വിട്ട് മാറിപ്പോകുന്നത്. അല്ല, അതൊക്കെ സമയമാകുമ്പോൾ അത് സംഭവിക്കും. പക്ഷേ അവിടെ നമ്മളെ പിടിച്ചു നിർത്തുവാൻ, ഉറപ്പുള്ള നഗരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുവാൻ, ഏതോമിലേക്ക് നമ്മെ വഴി നടത്തുവാൻ വേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ ഒരു സങ്കേതമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് വ്യക്തിയ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ അതിനു മുമ്പിൽ ആത്മഹത്യ ചെയ്യാൻ കയറെടുത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം വന്നില്ലേ? പുള്ളി എവിടെയെങ്കിലും ആത്മഹത്യ കയറെടുത്ത് തന്നിട്ട്, അല്ലെങ്കിൽ വിഷകുപ്പി അന്വേഷിച്ചിട്ട് പുഴയിൽ ചാടി
തോട്ടിച്ചാണ്ട് അങ്ങനെ ട്രെയിനൊന്നും ഇല്ല, അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി പുള്ളി എവിടെയെങ്കിലും ശ്രമിച്ചത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. ഈ മനുഷ്യൻ എന്ത് ചെയ്യും? പ്രശ്നം വരുമ്പോൾ സങ്കേതമാകുന്ന കർത്താവിൻ്റെ സന്നിധി പോയിരിക്കും. സങ്കേതമാകുന്ന കർത്താവിൻ്റെ സന്നിധി പോയിരുന്നിട്ട് കർത്താവ് ദൈവം എൻ്റെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ ഏറ്റവും എടുത്ത് തുടങ്ങിയ പിന്നെ ഞാൻ എന്തിനീ പ്രശ്നത്തെ ഭയപ്പെടണം? ഞാൻ ഈ പ്രശ്നത്തെ എന്തിനു ഭാരപ്പെടണം? ആമി സ്തോത്രം, എൻ്റെ മകനിൽ നിന്ന് അഹിയൂത് എനിക്ക് എതിരായി, എൻ്റെ മകൻ അല്ലയ്യ. ആമി സ്തോത്രം, എനിക്ക് എൻ്റെ മകൻ എനിക്ക് എതിരായി, അല്ലേരിയ സ്തോത്രം. ധോവയ്ക്ക് എനിക്കെതിരാ, അല്ലേരിയ. അങ്ങനെ എല്ലാം അബ്സലോമൊക്കെ എനിക്കെതിരാ, ശൗൽ എനിക്കെതിരാ, എല്ലാവരും എനിക്കെതിരാ. എന്നാലും അങ്ങ് എനിക്ക് സങ്കേതമായിട്ടില്ലേ, അല്ലേരിയ. ദൈവം നമ്മുടെ സങ്കേതമാണെങ്കിൽ, അല്ലെങ്കിൽ ഫിലിസ്തീ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിന്റെ തലവെട്ടാൻ ദാവീദിന് കഴിഞ്ഞെങ്കിൽ അതിന്റെ കാരണം ദൈവം ദാവീദിന് സങ്കേതമായതുകൊണ്ടാണ്. 40 നാളുകൾ രാവും പകലുമില്ലാതെ ഇസ്രായേലിനെ വെല്ലുവിളിക്കുക. ഒരുവൻ നിന്ന് അവന്റെ നീളവും പൊക്കവും അവന്റെ രൂപവും ഭാവവും അവൻ ഇട്ടിരിക്കുന്ന പടച്ചട്ടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അവന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശൗലിനെ വിറയ്ക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ രാജാവ് ശൗലിനെ വിറയ്ക്കാൻ തുടങ്ങി. ആമി ഇശായിയുടെ മക്കളൊക്കെ പട്ടണത്തിൽ ആമി ശൗലിനോട് കൂടി അവരൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഇസ്രായേൽ വിറയ്ക്കാൻ തുടങ്ങി, അല്ലേലിയ. എന്നാൽ യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത, യുദ്ധം അറിയാത്ത, ആമി യുദ്ധം എന്തെന്ന് തിരിച്ചറിയാൻ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ലാത്ത, വെല്ലുവിളി കണ്ടിട്ടില്ലാത്ത, ആടുകളുമായ മാത്രം ജീവിച്ച് പരിചയമുള്ളത് ദാവീദ്, ആ ചെറിയ ബാലൻ, അല്ലേലിയ. ആ ഫിലിസ്തീൻ മല്ലനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എനിക്ക് യുദ്ധായുധങ്ങളൊന്നും വേണ്ട, ഈ പടച്ചട്ടിയൊന്നും എനിക്ക് അണിയണ്ട. ആമി എനിക്ക് ഇവരെ പോലുള്ള ഒരു സന്നദ്ധവും വേണ്ട. ഈ ഗോലിയാത്തിനെ 40 നാളുകൾ രാവും പകലും വെല്ലുവിളിക്കുന്ന ഈ ഗോലിയാത്തിനെ തകർക്കാൻ എനിക്ക് കഴിയും. അതിന്റെ കാരണം ദൈവന്റെ സാങ്കേതവും ബലവുമായി ഇരിക്കുന്നുണ്ട്. ഇത് കഷ്ടമാണ്, ഇസ്രായേൽ കഷ്ടങ്ങളുടെ കടന്നു പോവുകയാണ്, ഇവിടെ ദൈവ സങ്കേതമായി പ്രവർത്തിക്കുമെന്ന് ദാവീദ് വിശ്വസിച്ചു. നമ്മളങ്ങനെ വിശ്വസിക്കണം കേട്ടോ, നമ്മളങ്ങനെ വിശ്വസിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, മാതാവി, എൻ്റെ സഹോദരൻ, നിന്റെ കാണുന്നതിലെല്ലാം ദൈവം കാണും. പ്രൈസലോ. നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ ഈ ഉലകത്തിൽ കഴിയത്തില്ല. ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാർക്ക് കഴിയത്തില്ല, സംഘടനകൾക്ക് കഴിയത്തില്ല, മതത്തിന് കഴിയത്തില്ല, നേതാക്കന്മാർക്ക് കഴിയത്തില്ല, നമ്മുടെ ബന്ധങ്ങൾക്കോ സ്വന്തങ്ങൾക്കോ നിയമ നിർമ്മാണങ്ങൾക്കോ ജുഡീഷ്യറിക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തില്ല, അല്ലേരിയ. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ അനേക സങ്കേതം യേശു, അല്ലേരിയ. അവിടെ ജാതിയോ മതമൊന്നുമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്. നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏത് വിഭാഗത്തിൽ പെട്ടവനായിരുന്നാലും ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവനാണ്. ആത്മാവും ജീവനുമാണ്. സൃഷ്ടിയല്ല നമ്മുടെ ദൈവം, സൃഷ്ടാവാണ്. സൃഷ്ടമായ ദൈവം ആത്മാവും ജീവനുമാണ്. ആ ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. അവൻ നമ്മുടെ കോട്ടയാണ്, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണ്, അല്ലേലിയ സ്തോത്രം. അതുകൊണ്ട് നിന്റെ തകർച്ചയിൽ നിന്നെ കൈപിടിച്ചുയർത്തും. ഒരുപക്ഷെ നീ സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കാം, കടക്കണിയിലായിരിക്കാം, അല്ലേലിയ. ജീവിതം തകർന്നവനായിരിക്കാം, ശുശ്രൂഷയിലായി പരാജയപ്പെട്ടവനായിരിക്കാം. ആമി മക്കളെക്കുറിച്ച് ഭാരമായിരിക്കാം, ഭർത്താവിന്റെ മദ്യപാനമായിരിക്കാം, മക്കളുടെ ലഹരി ഉപയോഗമായിരിക്കാം. ജീവിതത്തിൽ നീ അനാഥിക അനുഭവങ്ങളായിരിക്കാം. അത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട്, അല്ലെ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ ഒരു ഇരുള് നിന്നെ വ്യാപരിക്കുമ്പോൾ, ഒരു ഇരുള് നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന്, ഇരുളിന്റെ അനുഭവം ഇല്ലാതെ ഒരു കുഞ്ഞിനും പോകാൻ പറ്റത്തില്ല. ആ ഇരുള് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രകാശം നിനക്ക് ആവശ്യം. ആ പ്രകാശമാണ് നമ്മുടെ കർത്താവ് സങ്കേതം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസത്തോടുകൂടി ഞാൻ പരസ്യമായി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ആഴ്ചയിലും പരസ്യമായി ഒരു 10-25 മിനിറ്റ് പ്രാർത്ഥിച്ചത് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇടാറുണ്ട്. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴ് ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-2 വാക്യം പറയട്ടെ. ഞാൻ പറഞ്ഞു, 3-ാമത്തെ വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ ദേശം കൽപ്പിച്ച വെളിച്ചമുണ്ടായി. അപ്പം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇരുളുണ്ടെന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇതൊരു മതത്തിന്റെ പ്രാർത്ഥനയല്ല. ആമി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ യേശു പറഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഇരുളങ്ങ് മാറിപ്പോയെന്നാണ് എന്ന് പറഞ്ഞപോലെ, നീ ഏതെങ്കിലും ഇരുളിൽ അനുഭവത്തിലാ, ഏതെങ്കിലും ഇരുൾ നിന്റെ ജീവിതത്തിലുണ്ട്. നാളുകളായിട്ട് നീ കയറിക്കിടക്ക് ഒരു തൊട്ട് ഭൂമിയില്ലാതൊരു ഭവനമില്ലാതെ വാടകയ്ക്ക് മാറി 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 താമസിച്ച് കടന്നു പോവുക. അങ്ങനത്തെ അനുഭവം നിൽക്കൊണ്ടല്ലോ അല്ലേ വാടകയ്ക്ക്. ഞാൻ പറയട്ടെ, ഞാൻ 26 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. അതൊരു ഇരുളല്ലേ, അല്ലേ? വാടക കാശ്, കരണ്ട് കാശ്, വെള്ളത്തിൻ്റെ പൈസ, ഗ്യാസ്, എന്തു വേണ്ട, ഇങ്ങനെ നമ്മളെ ഇട്ട് വട്ടം കറക്കുക. അപ്പോൾ ഈ ഇരുള്, അല്ലേ? അങ്ങനെ ഇരുള് ഓരോന്നും വാടകയും കൊടുക്കേണ്ട സമയം വരെ ഇരുളാ, ഗ്യാസ് എടുക്കേണ്ട സമയം വരെ ഇരുളാ, കരണ്ട് കാശ് ഒരു ഇരുളാ. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കണം.
അല്ലെങ്കിൽ അതൊരു വിശ്വാസം. വിളിച്ചുകൊണ്ടാകുന്നത് കൽപ്പിക്കുമ്പോൾ സ്വർഗാത്ഭുതം ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കും. എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണേൽ പരീക്ഷിച്ച് നോക്കാം. അല്ലേ പരീക്ഷിച്ച് നോക്കിയാൽ എളുപ്പം സംഭവിക്കും. കാരണം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെളിച്ചമുണ്ടായി. നീ ഒരു ദൈവ വൈദ്യരാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നിന്റെ ഇരുളിനെ മാറ്റുവാൻ സങ്കേതമാകുന്ന കർത്താവിന് കഴിയും. നമ്മുടെ ഇരുളിനെ മാറ്റുവാൻ സംഗീതമാകുന്ന കർത്താവിന് കഴിയും. അപ്പോൾ തന്നെ നമ്മൾ അല്ലെങ്കിൽ 108 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 108 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം വായിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. 108 സങ്കീർത്തനം 10 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കും. ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും. അപ്പൊ ഇത് പറയുന്നത് 60 സങ്കീർത്തനം 9 പറഞ്ഞ അതേ വാക്യം തന്നെയാണ് ഈ 108 സങ്കീർത്തനം 10 വാക്യം പറയുന്നത്. എന്തുകൊണ്ട് 60 സങ്കീർത്തനം 10 ഇത് പറഞ്ഞിട്ട് 108 സങ്കീർത്തനം 10 വാക്യം ഇത് പറയുന്നത്? അപ്പൊ അത് ആവർത്തിച്ച് പറയല്ലേ. അപ്പൊ ആവർത്തിച്ച് ഇത് പറയുന്നതിന്റെ കാരണം ദൈവം നിന്നോട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കും. നീ തളർന്നിരിക്കുമ്പോൾ മുമ്പ് കേട്ട തിരുവെഴുത്തുണ്ടല്ലോ, മുമ്പ് നീ കേട്ടൊരു ദൂതുണ്ടല്ലോ, നീ തകർന്ന് മനസ്സുകൊണ്ട് മരവിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് ചില ദൈവദാസന്മാരോട് ആലോചന പറഞ്ഞിട്ടില്ലേ? നീ സ്വപ്നത്തിൽ ദർശനത്തിൽ വെളിപ്പാടും നീ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, നീ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ചില ദൂത് നിനക്ക് വെളിപ്പെടുത്തില്ല. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നോ, നിന്നെ വീണ്ടും ദൂത് കേൾപ്പിക്കും. അല്ലെങ്കിൽ അന്ന് പറഞ്ഞ പോലെയാണ്, നീ തകർന്നിരിക്കുമ്പോൾ ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആർ വഴി നടത്തും, അല്ലെങ്കിൽ എന്നെ ആര് വഴി നടത്തും. പിന്നെ ദൈവം ദൂത് ഓർപ്പിക്കുക. അത് ഉറപ്പുള്ള നഗരത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ, കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടല്ലോ, ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ എണ്ണയെ തീരാത്ത പോലെ, നെല്ലിക്ക ചാക്കിന്റെ കുത്തഴിച്ച പോലെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരെ പൊട്ടിയിട്ട് ഇങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. അല്ലേ? അതുകൊണ്ട് നെല്ലിക്കച്ചാക്കിന് കുത്തഴിച്ച് കിടക്കുന്നില്ല. എന്ത് പറഞ്ഞില്ല രാഷ്ട്രീയം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയും അവരെ മുട്ടി നടക്കാൻ പറ്റില്ല. പക്ഷെ അവരാരെങ്കിലും നിങ്ങളെ ഉറപ്പുള്ള നഗരത്തിലേക്ക് കൊണ്ടുപോകും? ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവരൊക്കെ നമ്മെ രക്തസാക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും, നമ്മളെ നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ കൊണ്ട് നശിപ്പിക്കും. അതുകൊണ്ട് എത്ര കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നു, നരകത്തില് അമ്മ നരകയാതെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മെ വഴി നടത്തുവാൻ ഈ ലോകസൃഷ്ടാവായിരിക്കുന്ന ഈ അണ്ടഘടാകത്തെ നിർമ്മിച്ച അഖിലാണ്ടത്തിലൂടെ ഇവൻ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, ആകാശത്തെ ഭൂമിയെ നിയന്ത്രിക്കുന്നവൻ, പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ, നക്ഷത്രങ്ങൾ തന്നവൻ, മനുഷ്യൻ 24 മണിക്കൂർ ശ്വസിക്കുവാൻ ഓക്സിജൻ വായു തരുന്നവൻ, മനുഷ്യന്റെ കാല് ഊന്നി നിൽപ്പാൻ ഈ പ്രഭാതത്തിൽ കണ്ണു ചുമ്പി എഴുന്നേൽപ്പാൻ നിനക്ക് കൃപ തന്നവൻ, അവനാണ് സൃഷ്ടാവ്. ആ സൃഷ്ടാവാണ് യേശുക്രിസ്തു. യേശുവിന് മാത്രമേ ഉറപ്പുള്ള നഗരത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? എന്റെ സങ്കേതമാകത്ത് കർത്താവ് കൊണ്ടുപോകുന്നത്. ഏതോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? പരിശുദ്ധാത്മ നിന്നെ കൈപിടിച്ച് വഴി നടത്തുമെന്ന്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം നിന്റെ അരക്കിട്ട് ഉറപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒത്തിരി തകർച്ചയില്ല, ഒത്തിരി സങ്കടത്തില്ല, കണ്ണുനീരില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരില്ല, നിങ്ങളൊരു പേപ്പർ എടുത്ത് വെച്ച് പേന കൊണ്ട് എഴുതണം. എന്ന് പറഞ്ഞ് എഴുതിയാൽ തീരാത്ത പോലെ നിങ്ങൾക്ക് തന്നെ ഒരു പുസ്തകം എഴുതാൻ പറ്റും. അന്നേരം നിങ്ങളുടെ സങ്കടങ്ങൾ, നീ കടന്നുപോയ വഴികൾ, കടന്നുപോയ യാത്രകൾ, നീ അനുഭവിച്ച പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, നിന്നെ അവർ പറഞ്ഞത് ഇവർ പറഞ്ഞത്, നിന്നെ ഒറ്റപ്പെടുത്തി, നിന്നെ കളിയാക്കിയത്, പരിഹസിച്ചത്, നിന്നെ മാറ്റി നിർത്തിയത്, നിന്നെക്കുറിച്ച് നിന്റെ അമ്മ പിറുപിറുത്ത് നിന്നെ കാണുമ്പോൾ ചെവി കടിച്ച് പറിച്ചത്, അല്ലെങ്കിൽ നിന്നെ പല സ്ഥലത്ത് ഒഴിവാക്കി നിർത്തിയതൊക്കെ നീ അങ്ങോട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ അക്കമിട്ട് എഴുതുന്ന പോലെ നീ അങ്ങോട്ട് എഴുതാൻ തുടങ്ങും. പക്ഷെ അതിനൊക്കെ നീ ജീവിച്ചില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നുപോയില്ലേ? അതിനെയൊക്കെ അതിജീവിപ്പാൻ നിന്നൊക്കെ കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദ് പറഞ്ഞ ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൻ്റെ ഏറ്റവും അടുത്ത തുണയായിരുന്നുകൊണ്ട് ദൈവം നിന്നെ നടത്തി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നമ്മെ ചില ദൂതുകൾ ഓർമ്മിച്ചു ഉണർത്തും. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ വഴി നടത്തും. എങ്ങോട്ട്? ഉറപ്പുള്ള നഗരത്തിലേക്ക്. അല്ലേ? ഇന്നത്തെ മനുഷ്യന് ഉറപ്പുള്ള സംരക്ഷണമില്ല. ഇന്നത്തെ മനുഷ്യന് ഉറപ്പുള്ള സംരക്ഷണമേ ഇല്ല. ഹല്ലേലൂയ. അപ്പം ഈ ആകാശത്തിൻ കീഴിൽ തുറന്നുവിടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുക മനുഷ്യൻ. വ്യാധികളും ആഭിചാരങ്ങളും ദുർമന്ത്രവാദം, ദുർഭൂതങ്ങളും ദുർശക്തികളും ചില കർമ്മങ്ങളും ഭൂതോപദ്രവങ്ങളും ഭൂതാത്മാവിനാൽ നിറയപ്പെട്ട് മനുഷ്യന് ഇതൊരു സംരക്ഷണമില്ല. ഹല്ലേലൂയ.
മനുഷ്യൻ അത്രമാത്രം കഷ്ടം. നമ്മൾ നോക്കിയാട്ടെ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ലോകരാജ്യങ്ങൾ എവിടെയാണ് സംരക്ഷണം? എവിടെയാണ് സംരക്ഷണം? പട്ടാപ്പകൽ ബലാത്സംഗം, പട്ടാപ്പകൽ കത്തിക്കുത്ത്, പട്ടാപ്പകൽ കൊള്ളസംഭവം, പട്ടാപ്പകൽ വീട് കവർച്ച, വേണ്ട എല്ലാം നടക്കുക. ഒരു സംരക്ഷണം ഈ ഭൂമിയിലില്ലെന്നേ. അതിൻ്റെ നടുവിലാണ് ദൈവമക്കൾ ഉറപ്പുള്ള നഗരത്തിലേക്ക് ആര് കൊണ്ടുപോകും, ഏതോമിലേക്ക് എന്നെ ആര് വഴി നടത്തുക എന്നൊക്കെ ചിന്തിച്ച് ദൈവമക്കൾ കരഞ്ഞു കലങ്ങിയ ഹൃദയമായി ഇരിക്കാതെ അവർ പറയുക, എന്നെ കൊണ്ടുപോകാൻ യേശു കൊണ്ട്, എന്നെ കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യമായി ഒരു പട്ടണം പണിതവൻ, ആദ്യമായിട്ടൊരു പട്ടണം പണിതവൻ ലോകത്തിലെ ആദ്യത്തെ കുലപാതകനായിരുന്ന കായിനായിരുന്നു. ആദ്യം ഒരു പട്ടണം പണിത് ലോകത്തിലെ ആദ്യത്തെ കുലപാതകൻ കായിനാണ്. ഉൽപ്പത്തി പുസ്തകം 4:17 കാണാൻ കഴിയും. ഇന്ന് ആ പട്ടണമില്ല. കായിൻ പണിത പട്ടണം ഇന്നില്ല. അല്ലേ? അശൂരിന്റെ തലസ്ഥാന നഗരമായ നിനവെ പട്ടണം ഇല്ല. ആകാശത്തോളം ഉയർത്തപ്പെട്ട കവർണഭൂമില്ല. യഹോവയാൽ ശപിക്കപ്പെട്ട സോർ പട്ടണമില്ല. അല്ലെങ്കിൽ ആയിരക്കണക്കിന് പട്ടണങ്ങൾ ഭൂകമ്പത്തിലും വൻ വെള്ളത്തിലും യുദ്ധങ്ങൾക്കും ഇരയായി തീർന്നു. അപ്പോൾ ഉറപ്പുള്ള നഗരം എവിടാ? അല്ലേ? അപ്പോൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഉറപ്പുള്ള നഗരം എവിടാ? ഉറപ്പുള്ള നഗരം ഒരു വിശ്വാസിക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഒരു ദൈവ പൈതൽ ഉറപ്പുള്ള നഗരത്തെക്കുറിച്ച് പലതും സുനാമി കൊണ്ടും ഭൂകമ്പം കൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും മഹാമാരി കൊണ്ടും കൊടുങ്കാറ്റ് കൊണ്ടും തീമഴയാലും കൽമഴയാലും മലേറിയ, ഉരുൾപൊട്ടി മലയിടിഞ്ഞ് വന്നു മലേറിയ, ജലപ്രളയങ്ങൾ കൊണ്ടും അഗ്നിപർവ്വതം പുകഞ്ഞു വെന്തുരുകി വന്നും പലതും ഭൂമിക്കടിയിൽ അന്യാധീനപ്പെട്ടു പോയപ്പോൾ ദൈവമക്കൾ ഉറപ്പുള്ള നഗരത്തിലേക്ക് യാത്ര ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 1945 രണ്ടാം ലോകമഹായുദ്ധം വന്നപ്പോൾ ജപ്പാനുള്ള ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ അണുബോംബിനാൽ കത്തിച്ചാമ്പലായി. 2001 സെപ്റ്റംബർ മാസം 11 അല്ലൊരു അമേരിക്കയുടെ തല ഉയർത്തി നിർത്തുന്ന അമേരിക്കയുടെ പ്രഥമ സ്ഥാനമായ വേൾഡ് ട്രേഡ് സെന്റർ എന്ത് ചെയ്തു? യുദ്ധവിമാനം കൊണ്ട് ഇടിച്ച് തകർത്തു. അല്ലേരിയ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളെ തീവ്രവാദികൾ നശിപ്പിച്ചു കളഞ്ഞു. അത് പലതും നശിപ്പിച്ചത് നമുക്കറിയാം. വലിയ സ്വതന്ത്രം വലിയ ഇവിടെ ഒറീസയിൽ നേരിട്ട കലാപത്തിലൊരു കന്യാസ്ത്രീയെ ഒരു വലിയ ആക്രമണ സംഘം തുരത്തിക്കൊണ്ടുപോയി അഭയ കേന്ദ്രമാണെന്ന് കരുതി അവളെ ഒരു വീട്ടിലെത്തിച്ചു. ഒറീസയിലുണ്ടായിരുന്ന വലിയ കലാപത്തിൽ ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഒരു കന്യാസ്ത്രീയാ. അവളെ വീട്ടിൽ അവളോർത്തത് അഭയകേന്ദ്രമായിരിക്കുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണ്? എന്നാൽ അവളെ തട്ടിക്കൊണ്ടുപോയ ഭീകരരായിരുന്നു. ആ ഭീകരവാദില കന്യാസ്ത്രീകളെ മുടി പിടിച്ച് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ശരീരം മുഴുവനും അടിച്ച് നുറുക്കി മാറി മാറി അവർ ബലാത്സംഗം ചെയ്ത് സംരക്ഷണം നൽകേണ്ട പോലീസുകാർ കൈകെട്ടി മിണ്ടാതെ നിന്നപ്പോൾ ആ കന്യാസ്ത്രീയെ ക്രൂരമായി അവർ നശിപ്പിച്ചു. നമ്മൾ കേട്ട വാർത്തയാണ്. ഇന്നും ഒറീസയിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ബംഗാളിലും ബംഗാളിലൊക്കെ എന്താ നടക്കുന്നത്? മണിപ്പൂരിലും ത്രിപുരയിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ എന്താ നടക്കുന്നത്? ഇതേ അനുഭവങ്ങളല്ലേ. പിന്നെ എവിടെ ഉറപ്പുള്ള നഗരം? കേരളം ഉറപ്പുള്ള നഗരമാണോ? അല്ലെങ്കിൽ കേരളം ഉറപ്പുള്ള നഗരമാണോ? ഭാരത് ഉറപ്പുള്ള നഗരമാണോ? ലോക രാജ്യങ്ങൾ ഉറപ്പുള്ള നഗരമാണോ? ശ്രോതാവി, ഒന്നും ഉറപ്പില്ല. ഉറപ്പുള്ള നഗരവുമില്ല, ഉറപ്പുള്ള സങ്കേതവുമല്ല. നമ്മെ കൈപിടിച്ച് നടത്തുവാൻ നമുക്ക് സങ്കേതമായി ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനില്ല. അതുകൊണ്ട് നമ്മുടെ സങ്കേതം കർത്താവാ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ചോദിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഉറപ്പുള്ള നഗരം നമ്മുടെ സ്വർഗീയ രാജ്യമാണ്. ഉറപ്പുള്ള നഗരം ഏതാണ്? നമ്മുടെ സ്വർഗീയ രാജ്യമാണ്. ആ സ്വർഗരാജ്യമായി ഉറപ്പുള്ള നഗരം ഏതോമിലേക്ക് വഴി കൈപിടിച്ച് നടത്തുവാൻ പരിശുദ്ധാത്മാവുണ്ട്. അതേ ഭൂമിയിലെ പല പട്ടണങ്ങളും ഭൂമിക്കടിയിലായി മാറി. യുദ്ധങ്ങളും സുനാമികളും തീമഴയാലും മുമ്പ് പലപ്പോഴും പല ഭൂമിയും മണ്ണിനടിയിലായി മാറി. ഹല്ലേലൂയ. അപ്പോൾ ഉറപ്പുള്ള നഗരം എവിടെയെന്ന് ചോദിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയും, ഉറപ്പുള്ള നഗരം സ്വർഗരാജ്യമാണ്. അവിടേക്ക് വഴി നടത്തുന്ന ക്രിസ്തുവാണ് നമ്മുടെ സങ്കേതമായി. ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, ഞാൻ ഒരുപാട് കഷ്ടതയില്ല, ഒരുപാട് സങ്കടത്തില്ല, വേദനയില്ല, മഹാവ്യാധിയില്ല, സാമ്പത്തിക ഞെരുക്കത്തില്ല, കുടുംബം തകർന്ന്, കുടുംബജീവിതം, മക്കളെല്ലാം മദ്യത്തെ അടിമയാണ്, ഭർത്താവ് മദ്യത്തടി, ഭാര്യ പറഞ്ഞാൽ കേൾക്കത്തില്ല, മായിമേ മരുപോൾ പ്രശ്നമാണ്, ജീവിതത്തിൽ വീടില്ല, തലയായ്പയുടെ കടമാണ്, കടക്കണിയാണ്, ബിസിനസ്സിൽ തകർന്നു, ജീവിതം ഒരുപാട് നിരാശയാണ്, മരണം മാത്രമാണ്, എനിക്ക് സങ്കേതമായി ആരുമില്ല.
എനിക്കൊരു സങ്കേതം അങ്ങ് മാത്രമാണ്. ആ ഉറപ്പുള്ള നഗരത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പകൽ നീ പ്രഭാതത്തിനോട് പ്രാർത്ഥിച്ചാൽ നിന്റെ ചോദ്യം അത്ഭുതം നടക്കും. കണ്ണുകളച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കുട്ടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന ശൈശവത്തിൽ, ബാല്യത്തെ, കൗമാരി, യൗവനത്തിലും, വാർത്തയും, ധ്യാനം, വൃത്തരാസന, യാചകർ, ഓർഫനേജ്, ഓൾഡർ യുവ തലമുറയിലായിരിക്കും സകല ജനത്തെയും കർത്താവിന്റെ ഫറാദിയോ, ന്യായാധിപന്മാർ, ക്രമസമാധാന പാലന രംഗത്ത് നിൽക്കുന്ന നിയമനിർമ്മാണ രംഗത്തുള്ള സകലരെയും, മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം, സയൻസ്, എഞ്ചിനീയർ, രാഷ്ട്രീയക്കാർ, എല്ലാവരും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സകല മനുഷ്യരും അധാർമ്മികരും അധർമ്മത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകം കർത്താവേ അമ്മ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പുള്ള നഗരത്തിലേക്ക്, ആ സ്വർഗ്ഗരാജ്യങ്ങൾ കൈപിടിച്ച് നടത്തുവാൻ കർത്താവ് അങ്ങയുടെ സങ്കേതമായി, ഉറപ്പുള്ള കോട്ടയായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനായി ഏൽപ്പിക്കുന്നത് പകൽ കുടുംബത്തിന് ദൈവിക പ്രവർത്തികളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മാറി, കണ്ണുനീര് മാറി, കർത്താവ് ജനത്തിന് ആശ്വാസം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.